നിങ്ങൾ എന്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ താഴെയുള്ള ചുവന്ന സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി അമർത്തിയാൽ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. വെൽക്കം ടു കിഡ്സ്ക്രാഫ്റ്റ് മലയാളം. ഞാൻ അനന്യ. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് പേപ്പർ കൊണ്ട് ഉണ്ടാക്കുന്ന ഒരു തവളയാണ്. അപ്പോൾ ഈ തവള വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് ആദ്യം നോക്കാം. ഞാൻ ആദ്യം എടുത്തിരിക്കുന്നത് 3 കളർ ഷീറ്റ്സ് ആണ്. കോൺട്രാസ്റ്റ് കളറിൽ 3 കളർ ഷീറ്റ്സ്. ഒന്ന് വൈറ്റ്, റെഡ്, ഗ്രീൻ. നമുക്ക് ഏത് കളേഴ്സ് വേണമെങ്കിൽ യൂസ് ചെയ്യാം. പിന്നെ സ്കെയില്, ഒരു ബ്ലാക്ക് സ്കെച്ച് അല്ലെങ്കിൽ ഒരു മാർക്കർ, ഇത്രേ ഉള്ളൂ. അപ്പൊ നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പൊ ഞാൻ ഇന്ന് എടുത്തിരിക്കുന്ന വൈറ്റ് പേപ്പറാണ്. അതിനകത്താണ് ഞാൻ തവള ഉണ്ടാക്കുന്നത്. അപ്പൊ എനിക്ക് ഈ റെക്റ്റാങ്കിൾ ഷീറ്റ് സ്ക്വയർ ആയിട്ട് കട്ട് ചെയ്യണം. അത് 18 ആ ഒരു രീതിയിലാണ് വേണ്ടത്. അപ്പൊ ഞാൻ കട്ട് ചെയ്യാം. അപ്പൊ ഞാൻ ഇത് സ്ക്വയർ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇത് രണ്ടായിട്ട് അങ്ങ് മടക്കാം. ഇതുപോലെ തുമ്പുകൾ യോജിച്ചിരിക്കുന്ന രീതിയിൽ രണ്ടായിട്ടങ്ങ് മടക്കാം. അപ്പൊ ഞാൻ ഇത് രണ്ടായിട്ട് മടക്കിയിട്ടുണ്ട്. ഇനിയും ഒരു സൈഡ് എടുത്തിട്ട് ഈ ഒരു മൂല കറക്റ്റ് ഈ മൂലയുടെ നടുക്കിലൂടെ വര പോകുന്ന രീതിയിൽ പിടിച്ചിട്ട് ഇങ്ങനൊന്ന് മടക്കി കൊടുക്കാം. അവിടെ ഒന്ന് മടക്കി കൊടുക്കാം. ഇനി തിരിച്ചിട്ട് അതുപോലെ തന്നെ ഒന്നുകൂടെ ചെയ്തോളൂ. ഇപ്പൊ നമുക്കൊരു എക്സ് പോലെ കിട്ടി അല്ലേ? ഒരു എക്സ് പോലെ കിട്ടി. അപ്പൊ ഇപ്പൊ എക്സ് പോലെ കിട്ടി. അതുപോലെ തന്നെ ഇപ്പുറത്തെ സൈഡിലും അതുപോലെ തന്നെ കിട്ടണം. അതിനാണ് അപ്പൊ നമ്മൾ ഇപ്പുറത്തെ സൈഡിലും അതുപോലെ കിട്ടണം. നമുക്ക് 2 എക്സ് കിട്ടി അല്ലേ? ഇനി ഇത് പതിയെ ഈ ഒരു വര ഇങ്ങനെ മടക്കണം അല്ലേ? ഇതുപോലെ സൈഡ് ഇങ്ങനെ പതിയെ ഒന്ന് കൂർപ്പിച്ചിട്ട് ഇങ്ങനെ മടക്കണം. ഇവിടെ പിടിച്ചിട്ട് നമുക്കൊരു സിസേഴ്സോ എന്തെങ്കിലും ഒരു പേനയുടെ തുമ്പോ ഈ സൈഡൊന്ന് റെഡിയാക്കി കൊടുക്കാം. സൈഡ് നമ്മൾ ഒരു സിസേഴ്സും കൊണ്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് കൂർപ്പിച്ച് കൊടുത്തു. കീറിപ്പോരുതേ. എന്നിട്ട് ഇത് കറക്റ്റായിട്ട് ഈ ഇവിടെ അകത്തൊരു വരയുണ്ട്. നമ്മൾ നേരത്തെ മടക്കേണ്ട വര തന്നെയാണിത്. അത് ഈ സൈഡിനോട് ചേർന്നിരിക്കുന്ന രീതിയിൽ മടക്കണം. കണ്ടി നമ്മൾ അതുപോലെ തന്നെ മടക്കി. ഇനി ഇപ്പുറത്തെ സൈഡും സെയിം രീതിയിൽ ചെയ്യണം, മടക്കണം. അപ്പൊ നമ്മൾ 2 സൈഡും ഇതുപോലെ മടക്കിയിട്ടുണ്ട്. നമ്മൾ ഇതുപോലെ 2 സൈഡും മടക്കിയിട്ടുണ്ട്. ഇനിയും ഒരു സൈഡിന്റെ ഈ ഒരു പാർട്ട് എടുത്ത് ഈ തുമ്പിനോട് യോജിപ്പിച്ച് വെക്കണം. അതുപോലെ തന്നെ ഇപ്പുറത്തെ സൈഡ്. ഇനിയും ഇത് ഒന്നുകൂടെ മടക്കണം. അതായത് ഇങ്ങനെ മടക്കണം. ഒന്നുകൂടെ ഇപ്പുറത്തെ സൈഡിലോട്ട് മടക്കണം. അത് രണ്ടും അതുപോലെ തന്നെ മടക്കണം. ഇതേ സെയിം മെത്തേഡിൽ ഇപ്പുറത്തെ സൈഡിലും നമുക്കിങ്ങനെ മടക്കി കൊടുക്കാം. നമ്മുടെ തവളയുടെ കാലിനും കൈക്കും ഒക്കെ വേണ്ടിയാണ് ഇങ്ങനെ മടക്കുന്നത്. ഇപ്പുറത്തെ സൈഡും അതുപോലെ തന്നെ മടക്കി. യെസ്. അപ്പൊ നമ്മൾ 4 സൈഡും മടക്കി. ഇനി നേരെ ഞാൻ തിരിച്ചു വെച്ചു. ഇനി ഇതിന്റെ ഏതെങ്കിലും ഒരു സൈഡ് ഇതുപോലെ ഇങ്ങോട്ട് മടക്കണം.
ഇങ്ങോട്ടത് മടക്കി. അപ്പം അത് മടക്കിയിട്ട് നല്ലപോലെ പ്രസ് ചെയ്തു. ഇനിയും ഇതും ഈ സൈഡും രണ്ടും ഇതിനോട് ഈ കോർണറിൽ രണ്ടിൻ്റെയും പകുതി പകുതി വീതം വരുന്നു, അല്ലെങ്കിൽ ഈ ഒരു മാനറിൽ അപ്പുറത്തെ സൈഡ് മടക്കണം. അപ്പൊ നമ്മള് മടക്കി ഇതുപോലെ വന്നിട്ടുണ്ട്. ഇതുപോലെ ഈ സൈഡെല്ലാം കൂർത്ത് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനിയും നമുക്ക് ഇത് പതിയെ ഒന്ന് മടക്കി കൊടുക്കാം. ഈ സൈഡ് വെച്ചിട്ട് ഒന്ന് പതിയെ മടക്കി കൊടുക്കാം. ഇനി ഇത് ഇവിടെ നിന്ന് എടുക്കാതെ ഒന്നുകൂടെ ഇങ്ങനൊന്ന് മടക്കി കൊടുക്കാം. ഒന്നുകൂടെ ഇത് എടുക്കാതെ രീതിയിൽ നമ്മളിങ്ങനെ മടക്കി കൊടുത്തു. സൈഡ്സ് എല്ലാം റെഡി ആകാൻ ഒരു എന്തെങ്കിലും കൊണ്ട് സൈഡ്സ് മൂലകളൊന്ന് റെഡിയാക്കി കൊടുക്കണം. ഇപ്പുറത്തെ സൈഡ്സും അതുപോലെ തന്നെ റെഡിയാക്കി കൊടുക്കണം. അപ്പൊ ഇത് കണ്ടപ്പോൾ ഏകദേശം ഒരു തവളയുടെ രൂപം കിട്ടിയില്ലേ. ഇനി നമുക്കിതിനകത്ത് ഇച്ചിരി അലങ്കാര പണികൾ, അതായത് കണ്ണും മൂക്കും ഒക്കെ വരയ്ക്കുന്ന പണികളായിരുന്നു. അപ്പൊ നമ്മുടെ തവളേനെ കൈയും കാലും ഒക്കെ വെച്ച് കണ്ണൊക്കെ വരച്ച് ഡെക്കറേറ്റ് ചെയ്ത് അടിപൊളിയാക്കിയിട്ടുണ്ട്. അപ്പൊ ഇതിന് വേറൊരു സ്പെഷ്യാലിറ്റി ഉണ്ടെന്ന് പറഞ്ഞാൽ ചാടും. അപ്പൊ നമ്മുടെ തവള റെഡിയായി. അപ്പൊ നമ്മൾ തവള ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഇതാ കണ്ടോ. അപ്പൊ നമ്മുടെ തവളയ്ക്ക് വേറെ സ്പെഷ്യാലിറ്റി ഉണ്ട്, ചാടുന്ന തവളയാണ്.